പ്രിയപ്പെട്ടവരെ, ദൈവപരിപാലനയുടെ ആഹ്ലാദം പകരുന്ന ഒരു സന്ദർഭമാണിത്. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 1-ാം തീയതി ആരംഭിച്ച ഈ യൂട്യൂബ് ചാനൽ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് സമർപ്പിതമായി ഒരു വർഷം മുടങ്ങാതെ ആ ദൗത്യം നിർവഹിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഈ സ്തുതിപ്പുകൾ മാലാഖമാരോടൊപ്പം ഈ ഭൂമിയിൽ ഉയർത്താൻ ദൈവരാജ്യത്തിൻ്റെ സ്വർഗത്തിൻ്റെ കാഹളം ഈ മണ്ണിൽ നിരന്തരം മുഴക്കാൻ നിയോഗം ലഭിച്ച ഈ ശുശ്രൂഷ ഒരു തടസ്സവും കൂടാതെ തുടരാൻ സാധിച്ചു എന്നുള്ളത് വലിയ ദൈവപരിപാലനയാണ്. ഇത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണ് എന്നതിൻ്റെ അടയാളമാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഗാന ശുശ്രൂഷയും വചന ശുശ്രൂഷയും സംയോജിപ്പിക്കുന്ന ദൈവരാജ്യ ശുശ്രൂഷ ദൈവം ഇതുവരെ പരിപാലിച്ചു. ഇതിൽ പങ്കാളികളായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 വയസ്സ് പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ ദൈവത്തിന് നന്ദി പറയാം. പ്രതീക്ഷയോടെ മുന്നോട്ട് നമുക്ക് പോകാം. ഇതിനോട് സഹകരിച്ച എല്ലാവരെയും കൃതജ്ഞതയോടെ അനുസ്മരിക്കാം. ദൈവപരിപാലനയ്ക്ക് ഹല്ലേലൂയ സ്തുതിപ്പുകളോടെ ഈ ശുശ്രൂഷകളെ നമുക്ക് ഫലമേൽപ്പിക്കുകയും ചെയ്യാം. ത്തിൻ്റെ അധിപൻ അഭിയുന്ന സാമുവേൽമാർ അരേസൻ പുറപ്പൊലിത്ത പിതാവേ, വന്നിയ സെബാസ്റ്റ്യൻ മിഷേൽ കോർബിസ് കപ്പാച്ച, ഞങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ മനക്കിരത്തച്ച, പ്രിയപ്പെട്ട അബിൻ, മറ്റ് സഹോദരങ്ങളെ, ഏറെ സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടിയാണ് ഈ വാർഷിക ധന്യ നിമിഷങ്ങളിൽ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് വെച്ച് ദൈവകൃപയാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ KJ പ്രൊഡക്ഷൻസിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുവാൻ ദൈവം ഇടയാക്കി. വന്നിയ 2 പിതാക്കന്മാർ, സിസ്റ്റർ പിതാവ് ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. അവിടേക്കും പ്രാർത്ഥനയാലും അനുഗ്രഹങ്ങളാലും ഇന്ന് വരെ മുടക്കം കൂടാതെ കാര്യങ്ങളെല്ലാം പോകുന്നു. ഇതിന് നേതൃത്വം ഇപ്പോൾ കൊടുക്കുന്നത്, ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ മനക്കിലേത്ത് അച്ഛനാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വികാരി അച്ഛൻ കൂടിയാണ്. അച്ഛൻ്റെ ദൈവവചന പ്രഘോഷണം എവർക്കും ആസ്വാദ്യകരമാണ്, അംഗീകാരം ഉള്ളതാണ്. ഇതാ പ്രത്യേക അനുവാദത്തോടെ ഇതിനെല്ലാ കൃപകളും വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കൊണ്ട് ആരോഗ്യത്തോടെ അദ്ദേഹം ഈ ശുശ്രൂഷ തുടരുന്നു. 1 വർഷം പൂർത്തിയാക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ളതായ നന്ദിയും സ്നേഹവും കൃതജ്ഞതയും പ്രിയപ്പെട്ട അച്ഛനോടും ഈ കാര്യത്തിന് വേണ്ടി നേരുകയാണ്. പിതാക്കന്മാരുടെ ആശീർവാദവും അനുഗ്രഹവും തുടർന്നും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി. ഒപ്പം തന്നെ ഞങ്ങളുടെ ഈ ചാനൽ നടത്തി തരുന്ന പ്രിയപ്പെട്ട ഇവനും കുടുംബം ദൈവം ധാരാളമായിട്ട് കൃപകൾ കൊടുക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കുടുംബത്തിൻ്റെ പേരിലുള്ളതായ കൃതജ്ഞത അംഗീകാരമായിട്ട് പ്രിയപ്പെട്ട റോബിൻ അച്ഛനെ വചനം പ്രഘോഷിക്കുവാൻ ദൈവം കൂടുതൽ കൃപകൾ കൊടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാവ് ഞങ്ങളുടെ കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹത്തിന്, സഹകരണങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹവും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ മൊമെന്തോ ഒരു നന്ദി സൂചകമായിട്ട് അർപ്പിക്കുകയും ചെയ്യുന്നു.
പ്രിയപ്പെട്ടവരെ, നവമാധ്യമങ്ങൾ ഏറെ പ്രാധാന്യം വഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ആ ഒരു പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ട ജോസ് കുരുമ്പിലേത്ത് വന്യനായ കോർപ്പിസ്കോപ്പ് അച്ഛൻ്റെ ഉപദേശം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട മനക്കിലത്തച്ഛനെ മുൻനിർത്തി ഈ ശുശ്രൂഷ ആരംഭിച്ചത്. ഇത് വളരെ അനുഗ്രഹകരമായി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു വർഷം ഇത് തുടരാൻ സാധിച്ചു എന്നുള്ളത് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ ഒരു സന്ദേശമാണ് ഈ ഹല്ലേലൂയ ശുശ്രൂഷയിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്. ഓരോ ദിവസവും പുലർച്ചയ്ക്ക് ദൈവത്തിൻ്റെ വചനം, ഒരു വചനം ഉദ്ധരിച്ച് അത് ധ്യാന വിഷയമാക്കാൻ സഹായിക്കുന്നു. സ്വർഗീയമായ ചിന്തകൾ മനസ്സിൽ ഉണർത്താൻ പര്യാപ്തമായ ഒരു ശുശ്രൂഷ. ഒരു വർഷം ബഹുമാനപ്പെട്ട മനക്കിലേത്തച്ഛൻ തന്നെ ഈ ശുശ്രൂഷകൾ നിറവേറ്റി എന്നുള്ളത് അത്ഭുതകരമാണ്. അദ്ദേഹത്തിന് ദൈവം നൽകിയിരിക്കുന്ന സവിശേഷമായ ആ ഒരു കൃപകൾ, ആ ഒരു പ്രതിഭ ഈ ശുശ്രൂഷയ്ക്ക് ഏറെ സഹായകമായി. വന്യ കോർപ്പിസ്കോപ്പ ഈ കാര്യത്തിലെടുക്കുന്ന താല്പര്യം പ്രിയപ്പെട്ട ജോസിനെ ഈ അവസരത്തിൽ കൃതജ്ഞതയോടെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹം ദൈവം നൽകിയിട്ടുള്ള നന്മകൾ ദൈവമഹത്വത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. അത് ഈ മാതാപിതാക്കളിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും ലഭിച്ച ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഈ കാലത്തിന് അനുയോജ്യമായ ശുശ്രൂഷകൾ നിറവേറ്റാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ആ പ്രചോദനത്തിൻ്റെ ഫലവുമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ നമുക്ക് സമാധാനം അനുഭവിക്കാൻ ആവശ്യമായിരിക്കുന്ന യോഗ്യത, സന്മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഈ സന്മനസ് തീർച്ചയായും മനുഷ്യൻ്റെ ഒരാലോചനയിലൂടെ മാത്രം രൂപപ്പെടുന്നതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. നമ്മുടെ മനസ്സ് നിരന്തരം നവീകരിക്കപ്പെടാൻ ദൈവത്തിൻ്റെ വചനം അത് സഹായകമായി തീരും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, സ്വർഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അത്യുന്നതങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിൻ്റെ മുൻഗണനകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ മുൻഗണന നൽകാൻ തയ്യാറാവുക. അത് വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ കുടുംബ ജീവിതത്തിലായാലും നമ്മുടെ പൊതുരംഗത്തുള്ള ശുശ്രൂഷകളിലായാലും ദൈവത്തെ മുൻനിർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോറിറ്റി നമ്പർ 1 ദൈവത്തിനാണ്. അത് നമുക്ക് സമാധാനം നൽകും, സന്തോഷം നൽകും. മാലാഖമാർ നൽകുന്ന ഹല്ലേലൂയ സ്തുതിപ്പുകളോടെ ചേർത്ത് നമുക്ക് നൽകുന്ന ആ സന്ദേശവും ഇത് തന്നെയാണ്. നമ്മുടെ അത്യുന്നതങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2ാം വർഷത്തിലേക്ക് ഈ ശുശ്രൂഷ പ്രവേശിക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹകരമായി നിറവേറ്റാൻ ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരുമുലേത്ത് കുടുംബം ഉൾക്കൊള്ളുന്ന ഇടവക കൂട്ടായ്മയുടെ വികാരി എന്നുള്ള നിലയിൽ, ആത്മീയ പിതാവ് എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട റോബിൻ മനക്കിലത്തച്ഛൻ നൽകുന്ന നേതൃത്വത്തെ ഓർത്ത് നന്ദി പറയുന്നു. അഭിമാനത്തോടെ ഈ ശുശ്രൂഷയെ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കെ ജെ പ്രൊഡക്ഷൻ ചാനലിൽ കഴിഞ്ഞ ഒരു വർഷമായി ഹല്ലേലൂയ എന്ന വചന പ്രഘോഷണ പരമ്പര ബഹുമാനപ്പെട്ട റോബിനച്ചൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണല്ലോ. വളരെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ. എല്ലാ പ്രഭാതത്തിലും കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാനും കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും ഈ ഹല്ലേലൂയ എന്ന വചന പരമ്പര അനേക മക്കളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ തിരിച്ചറിയുകയാണ്. പ്രത്യേകിച്ച് കെ ജെ പ്രൊഡക്ഷൻ ചാനലിലൂടെ അനേകം ദൈവിക ശുശ്രൂഷകൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചാനലിനും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട റോബിനച്ചൻ നേതൃത്വം നൽകുന്ന ഹല്ലേലൂയ എന്ന വചന പരമ്പരയ്ക്കും എല്ലാ ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ്. അനേക വർഷങ്ങൾ ഈ ഹല്ലേലൂയ എന്ന വചന പരമ്പര അനേക മക്കൾക്ക് വെളിച്ചം പകരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ഓരോ ദിനങ്ങളും പിന്നിടുമ്പോൾ അത് സുഗമമായിരുന്നു എന്ന് ചിന്തിച്ചു. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ യാത്ര ഒരുപാട് പരിപാലനയുടേതായിരുന്നു എന്ന് തിരിച്ചറിയുക. പ്രിയ ജോസ് ചാൻ, കുരുബിലത്തെ ജോസ് ചാനിലൂടെ സ്വർഗം ഈ പദ്ധതി ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഇതെങ്ങനെ നടക്കും എന്നത് പരിശുദ്ധ അമ്മ ചോദിച്ചതുപോലെ എങ്ങനെ സംഭവിക്കും എന്നത് ഒരു ചോദ്യചിഹ്നമായിരുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, എല്ലാം സ്വർഗത്തിൻ്റെ ആഗ്രഹം പോലെ സംഭവിക്കും. അത് തന്നെ ഇവിടെ നിറവേറി എന്ന് തോന്നുകയാണ്. 365 ദിനങ്ങൾ ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നത് പോലെ തന്നെ ഈ വചനം ഇങ്ങനെ രൂപപ്പെട്ട് ശക്തിപ്പെട്ട് അതിൻ്റെ പൂർണ്ണഭാവത്തിലേക്ക് സ്വർഗം വിഭാവനം ചെയ്ത വിധത്തിലേക്ക് വരികയായിരുന്നു. പ്രിയ ബിബിന് അതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നു. അനുകൂലമായ അവസ്ഥകളെ സ്വർഗം ചില വ്യക്തികളിലൂടെ നൽകുന്നു എന്ന് പറയുന്നതാവും ഉചിതം. ഒരുപാട് തിരക്കുള്ള ജീവിതമാണ് പ്രിയ ബിബിൻ്റേത്. ഈ സംഗീതയാത്രയിൽ ബിബിൻ ഈ വചന ശുശ്രൂഷയ്ക്ക് നൽകിയ വലിയ പ്രോത്സാഹനം എടുത്തു പറയേണ്ടതാണ്. പ്രിയ റോഷൻ ഈ വീഡിയോസ് പകർത്തുന്നതിൽ വലിയ ജാഗ്രത കാണിച്ചിരുന്നു. ഒരുപാട് ത്യാഗം ഇതിന് പിന്നിൽ റോഷൻ എടുത്തിട്ടുണ്ട്. തൻ്റെ ജോലിയുടെ വലിയ ഒരു സമയം ഇതിനു വേണ്ടി അത് രാവും പകലും മാറ്റിവെച്ചത് കൊണ്ടാണ് ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീർന്നത്. അനേകരുടെ പ്രോത്സാഹനം ഇവർക്കും ലഭിച്ചിട്ടുണ്ട്, ഇവരോട് കൂടി ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. 365 ദിവസം ആ വാക്ക് അന്വർത്ഥമായിരുന്നു. ഹല്ലേലൂയ, സ്വർഗത്തിന് മഹത്വം കരയറ്റാനുള്ള വേളയായി ഈ വചന ശുശ്രൂഷ മാറി എന്നത് ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് പറയാൻ കഴിയുന്നു എന്നത് നന്ദിയാണ്, സ്വർഗത്തിനോടുള്ള മഹത്വമാണ്, സ്തോത്രമാണ്. പ്രിയ ജോസ്ചാൻ്റെ വലിയ ശുശ്രൂഷയ്ക്ക് സ്വർഗം ജോസ്ചാനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഉപകരണങ്ങളാക്കി എന്ന് മാത്രം ദൈവം ഞങ്ങളെയും നിങ്ങളിലൂടെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. ഈ വചനം എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ ആ ഇടങ്ങളിലെല്ലാം ഇതിൻ്റെ പരിമളം എത്താൻ സാധിച്ചു. ആ കുടുംബങ്ങളും വ്യക്തി ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെട്ടുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. കെ ജെ പ്രൊഡക്ഷൻസ് യാത്ര തുടരട്ടെ. അത് സ്വർഗം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നാളത്രയും നീങ്ങാനുള്ള കൃപ സ്വർഗം തന്നെ സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കെ ജെ പ്രൊഡക്ഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്മയും നന്ദിയും സ്നേഹപൂർവ്വം അറിയിക്കുന്നു.